ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ ഗസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ആക്കിയത് ഞാനിത് പെരുന്നാൻ്റെ അപ്പം എന്ന് അറിയുന്നില്ല നമ്മൾ കാസർഗോട്ടെ അതിൻ്റെ കുറേ ഓർഡർ എല്ലാം ദുബൈക്ക് കൊടുത്തേക്കാനുള്ളത്. ഞാൻ ഇന്ന് കാണിക്കുന്നതെല്ലാം ദുബൈക്ക്. എൻ്റെ അടുക്കുന്ന ഒരു ഉന്നക്കായൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാൻ, അതും ദുബൈക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കടല കാച്ചുന്നുണ്ട്, നമ്മളെ കടല കാച്ചിയത്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടാണ്, കുറേ ഉണ്ടായിന്. അപ്പോൾ ഇത് ഓർഡർ 4-5 ആൾക്കുള്ള ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിനൊന്നും സമയമില്ല, കുറേ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കാണിക്കാൻ സമയം ഉണ്ടാകുന്നില്ല. ഇതൊന്നാക്കിയിട്ട് പിന്നെ ഒന്നാക്കണോ. അപ്പോൾ ഇത് കടല കാച്ചാൻ അത്ര പണി എനിക്ക് തോന്നിയിട്ടാണ്, പക്ഷേ ഈ സൊറോട്ട ഭയങ്കര പണി തന്നെ എനിക്ക് തോന്നിയത്. അപ്പോൾ സൊറോട്ട ആക്കുന്നുണ്ട്. സൊറോട്ട അങ്ങനെ 3 ആൾക്ക് സൊറോട്ടാക്കി കൊടുക്കാനുണ്ടതിന്. സൊറോട്ട അങ്ങനെ കുറേ ആക്കുമ്പോൾ അല്ലേ ഭയങ്കര കുറേ പണിയുണ്ട്. പരത്തണം, അതിലേക്ക് എണ്ണ തേക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് തരി ഇടണം, തരിയിലേക്ക് റവ ഇട്ടിട്ട് പരത്തിയിട്ടേറ്റ് പിന്നെ മുറിച്ചിട്ടേറ്റ് പ്രസ്സിൽ പരത്തിയിട്ട് ഫ്രൈ ആക്കണം. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര പിടിച്ചിട്ടിടണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ ഇത് കേക്കപ്പം ഉണ്ടായിന്. കേക്കപ്പം രണ്ടാൾക്കുണ്ടായിന്. അപ്പോൾ കേക്കപ്പം ഉണ്ടാക്കുന്നത് കേക്കപ്പം അത്ര പണിയില്ല, നല്ല ഈസി ആയിട്ട് തോന്നിയിന്. സൊറോട്ടയും ബാട്ട് വത്തലും ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അങ്ങനെ കേക്കപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. കേക്കപ്പം ഇതിനെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനായിരിക്കും ഇത് റെസിപ്പി ഇടാം. ഇതെല്ലാം പെരുന്നാൾക്ക് കൂടുതൽ നമുക്ക് ഓർഡർ വരുന്നത്. ഇതും ദുബൈക്ക് കൊണ്ടുപോകാൻ ഉന്നക്കായി ഉണ്ടായത്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വെച്ച് സൊറോട്ട ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പാക്കാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ട് ആക്കിയതല്ല, ഒരു ഓർഡർ കഴിയുമ്പോൾ പിന്നെ ഒന്ന് വിളിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നാകെ വന്ന ഓർഡറെങ്കിലും ഒന്നിച്ചിട്ട് തന്നെ ആക്കാൻ. ഇത് നമുക്ക് വേറെ തന്നെ ആക്കേണ്ട വന്നിന്. അങ്ങനെ രണ്ടാമതും സൊറോട്ട ആക്കുന്നുണ്ട്. എന്നോട് കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഹെൽപ്പിന് ആളുണ്ടാകുന്നു. എനിക്ക് ഹെൽപ്പിന് ആളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി, അങ്ങനെ പോകുന്നുണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആളെ വെച്ചിട്ട് ആക്കാനുള്ള ഇതൊന്നും എനിക്കില്ല, സാഹചര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഹെൽപ്പിനെപ്പം മക്കളെ സ്കൂളില്ലാത്ത സമയത്തെല്ലാം ഞാൻ ഹെൽപ്പിന് വെക്കും, വിളിക്കുവറെ. അപ്പോൾ എല്ലാം പാക്കാക്കുന്നതെല്ലാം ഉണ്ട്, കുറച്ച് പാക്കാക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്ത് ചോറ് കഴിക്കാൻ പോയത്. അപ്പോൾ നല്ല ഫിഷ് ഫ്രൈ എല്ലാം, ചോറ് സാമ്പാർ ഫിഷ് ഫ്രൈ എല്ലാം കിട്ടുന്ന ഒരു വിദ്യാനഗർ ഒരു ഇതുണ്ട്, ഹോട്ടലുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത ഫിഷ് ഫ്രൈ എല്ലാം. അങ്ങനെ ആടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആടെ പോയിട്ട് ചോറ് കഴിച്ചിട്ട് വന്നതിന് ശേഷം ബാട്ട് വത്തലിൻ്റെ ഓർഡറുണ്ട് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി. ബാട്ട് വത്തലും കുറേ ഉണ്ടായിന്. ഇതെല്ലാം ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്കുള്ളത് അത് റെഡി ആയിട്ടുണ്ട്. കടല അത് കാച്ചിയത് മുമ്പേ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്, ഫസ്റ്റ് തന്നെ ആക്കിയതിന്. ഇത് വേറൊരു ഓർഡർ ഉണ്ടായത് കല്ലുമ്മക്കായ ഉന്നക്കായ, അത് റെഡി ഉണ്ടായിന് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ എല്ലാം റേറ്റ് ഞാൻ എല്ലാത്തിനും കിലോക്ക് 400 എടുക്കുന്നത്. എല്ലാത്തിനും സൊറോട്ട, ബാട്ട് വത്തൽ, കേക്കപ്പം, കടലാച്ചി എല്ലാത്തിനും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ഇനിയും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.